ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കുറച്ചു കഴിയുമ്പോ മാഡം വിളിക്കും. ഞാൻ എന്ത് പറയണം? ശിവദാസന് ജനിപ്പിച്ച തന്ത ഒന്നേ ഉള്ളൂന്ന് സാറിന്റെ മേടത്തോടൊന്ന് പറഞ്ഞേക്ക്. ഓ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. എന്താ ശരിയല്ലേ? അതെ. ആ ഇന്ന് രാത്രി, അതായത് ഇപ്പോ നീ മരിക്കാൻ പോവുകയാ ശിവദാസ. ഞാൻ പറയുന്ന സത്യമോ സാറേ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എടാ, നീ കുറ്റം സമ്മതിക്കണ്ട. സമ്മതിച്ചാലും ഇല്ലെങ്കിലും നീ ഇവിടുന്ന് ജീവനോടെ പോവില്ല. സാറേ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. സാറേ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഹലോ ഹലോ, താൻ ഉറങ്ങിയായിരുന്നോ? ഇല്ല. എന്തു പറ്റി? ഒരു സമാധാനം ഇല്ലടോ. അച്ഛൻ പോലീസ് സ്റ്റേഷനില് സുരക്ഷിതമാണോ എന്നൊരു സംശയം. എന്തോ ആപത്ത് വരുന്ന പോലെ ഒരു തോന്നല്. ഒരു കുഴപ്പമില്ല. ഞാൻ ഇപ്പൊ കൂടി വിളിച്ച് കാര്യങ്ങൾ തിരക്കതേ ഉള്ളൂ. ഇന്നൊരു രാത്രിയുടെ കാര്യമല്ലേ ഉള്ളൂ. താൻ കൂടുതലും അതിനെപ്പറ്റി തന്നെ ചിന്തിക്കുന്നതുകൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. താൻ ധൈര്യമായിട്ടിരിക്കും, ഒന്നും സംഭവിക്കില്ല. നാളെ രാവിലെ അച്ഛനെ കാണാലോ. താൻ സമാധാനപ്പെട്. ശരി. ആ മഹി, പറയടാ. എടാ, നീ എവിടെയുള്ളേ? എടാ, എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. ഞാൻ സിറ്റിയിലുണ്ട്, നീ പറഞ്ഞോ. ഞാൻ പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ച് കേൾക്കണം. ആ ബിരിയാണി എടുത്ത് കഴിക്ക് ശിവദാസ. ഇത് നിന്റെ ലാസ്റ്റ് സപ്പറാണ്. അതുകൊണ്ട് ആഗ്രഹവും ആർത്തിയും തീരുന്നത് വരെ കഴിക്കും. രമ മാഡം വിളിച്ചിരുന്നു. നേരത്തെ മാഡം നിന്നോട് ഏതൊരു മാലയുടെ കാര്യം സൂചിപ്പിച്ചിരുന്നല്ലോ. എന്താ എന്റെ പേര്? മണിമാല. അതെവിടെയാണെന്ന് പറഞ്ഞ നിനക്കിപ്പോ വേണമെങ്കിലും രക്ഷപ്പെടാം. അത് അവർക്ക് കൊടുത്ത് ഉള്ള ഉയരം കൊണ്ട് രക്ഷപ്പെടാൻ നോക്കടോ. കുറച്ചു കഴിയുമ്പോ മാഡം വിളിക്കും. ഞാൻ എന്തു പറയണം?
ശിവദാസന് ജനിപ്പിച്ച തന്ത ഒന്നേ ഉള്ളൂന്ന് സാറിന്റെ മേടത്തോടൊന്ന് പറഞ്ഞേക്ക്. ഓ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. എന്താ ശരിയല്ലേ? അതെ. ആ അപ്പൊ പിന്നെ രക്ഷയില്ല. ശിവദാസൻ കഴിക്ക്. ആൾക്കാരെത്തിയല്ലോ, ഇനി താമസിക്കണ്ട. വന്ന കാര്യം നടക്കട്ടെ. തോർത്ത് നന്നായി നനച്ച് വേണം കഴുത്തിൽ മുറുക്കാൻ. സർ. പാടൊന്നും വരരുത്, കേട്ടല്ലോ? ശരി സർ. എന്താ പറയാ, ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ ശിവദാസ. നാളെ കാണാം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതെടുത്ത് കഴിക്കടോ. പോസ്റ്റ്മോർട്ടം ടേബിളിൽ കിടത്തി വെട്ടി കീറുമ്പോ വയറ്റിലെന്തെങ്കിലും കാണണ്ടേ? ഈശ്വര, എന്റെ അച്ഛനൊരാപത്തും വരുത്തരുതേ. എന്തിനാ നിങ്ങൾ ഞങ്ങളെ കെട്ടിയിട്ടിരിക്കുന്നത്? ஏய் சத்தம் போடாத. இனிமே சத்தம் போட்டா உன்னை அடிச்சு காலி பண்ணிடுவேன். ராஸ்கல், அயோக்கிய நாயே. എങ്ങൾക്കൊന്നും தெரியாது. சொன்னது സീവേ, അവളവുതാൻ. ആരാ നിങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ ഉപദ്രവിക്കാൻ? சொன்ன ആൾ ഇപ്പൊ വരുവാര്. വന്ന എല്ലാ വിഷയത്തെയും അവര് ചൊല്ലുവേ. അമ്പലത്തിൽ ദേവിയെ പൂജിക്കുന്ന ഒരു പൂജാരിയാ ഞാൻ. ദേവി കോപം നിങ്ങൾക്ക് ഉറപ്പാ? அப்பப்பா, நீங்க கோவில் பூஜாரியா? அப்படின்னா நான் கும்பிடுவேன். அடமுண்டோ, தேவி ஏன் கூட தான் இருக்க. அப்ப நீங்க தான் பூஜை பண்ண பூஜாரி. அட போயா. ஆ, நீங்க நல்லா இருக்கா? ഓ പിന്നെ